ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ അർജുൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വി ആർ അറ്റ് മൂകാംബിക. അപ്പോൾ നമ്മൾ മൂകാംബിക കൊല്ലൂർ ടെമ്പിളിൽ തൊഴാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 8 മണിയൊക്കെ ആവാറായി. അർജുൻ്റെ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അമ്മയുണ്ട്. അമ്മ ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഒരു സൂര്യൻ ഫ്രണ്ടിൽ നടക്കാണ് കേട്ടോ. ഇവിടെ നല്ല മഴയുണ്ട്, ഞാൻ അവരെ കാണിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ മഴയാണ്. നമ്മൾ ഇന്നലെ ഒരു ഈവനിങ് ആയപ്പോൾ എത്തി. ഇവിടെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത് ട്രെയിനിലാണ്. ട്രെയിനിൽ വന്ന് കുന്താപൂർ അല്ലേ, കുന്താപൂർ വന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കൊല്ലൂരിലോട്ട് വന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ക്ലിപ്പിങ്സ് എല്ലാം ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ മൂകാംബികയിൽ ഇന്നത്തെ ദിവസം കുടജാദ്രി പോകുന്നതും അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല, ചിലപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും പോകാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അതെ, അപ്പോൾ നമുക്ക് അതും കൂടി സംസാരിക്കാനുണ്ട്. ജീപ്പുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. രുക്കു ഇവിടെ ഉണ്ട്. രുക്കു ഹായ് പറ. സൂര്യ. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടാണ്. നമ്മൾ ഓൺ ദ വേ ടു ദ ടെമ്പിളാണ്. അതിപ്പോൾ അമ്മ പൂ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. അമ്പലത്തിനകത്തൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, ജസ്റ്റ് പുറത്ത് കാണിക്കാം. ഞാൻ അമ്മയും ഡാഡിക്ക് ആയിട്ട് പണ്ട് വന്നിട്ടുണ്ട് കൊല്ലൂർ മൂകാംബിക. ഒരുവിധം എല്ലാ സ്കൂൾ വെക്കേഷനും വരുന്നതാണ്. അർജുന്റെ ഫസ്റ്റ് ടൈം. അതെ, ഞാൻ അമ്മ സൂര്യ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇവര് ആദ്യമായിട്ടാണ് തൊഴാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു വലിയൊരു ഗ്യാപ്പായി. ഒരു +2 കാലഘട്ടം വരെ എല്ലാ വർഷവും വന്നിരുന്നു. കോളേജിലായിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെന്താ, അപ്പോൾ നമ്മൾ ഇന്നലെ വന്നതും ട്രെയിനിൽ വന്നതും ഫുഡ് കഴിച്ചൊക്കെ ജസ്റ്റ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മനോഹരമായൊരു ട്രെയിൻ യാത്രയാണ് കേട്ടോ ഇത്. ഞാൻ അത്ര മനോഹരം എന്ന് പറയാൻ കാരണം നല്ല മഴയോട് കൂടിയിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയായിരുന്നു. നമ്മുടെ കുന്താപൂർ എത്തി. അങ്ങനെ കുന്താപൂർ എത്തിയതിന് ശേഷം നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള കൊല്ലൂരിലോട്ട് പോകുന്നത്. കൊല്ലൂർ എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ മൂകാംബിക ടെമ്പിൾ. പോയിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ കുന്താപൂർ പോയിട്ട് അവിടെ നിന്ന് മെയിൻ ലൊക്കേഷൻ ടൗണിൽ നിന്ന് തന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. കാരണം എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ മീൽസ്, നോർത്ത് ഇന്ത്യൻ മീൽസ്, സൗത്ത് ഇന്ത്യൻ മീൽസ് അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു. ഞാനൊരു മഷ്റൂം വെജ് ഫ്രൈഡ് റൈസ്, ഓഫ് കോഴ്സ് വെജ് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ അമ്പലത്തിലോട്ട് പോകുന്ന കാരണം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അമ്പലം തൊഴാനുള്ള പ്ലാൻ ഇല്ല. നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ ഓൺ ദ വേ ടു മൂകാംബികയാണ്, കൊല്ലൂരാണ്. അവിടെ നമ്മൾ റൂമെല്ലാം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ അവിടേക്ക് നടന്ന് കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് വൈകിട്ട് നമ്മൾ അമ്പലത്തിൽ സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ കാണാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഡിന്നർ കഴിക്കാനായിട്ട് അവിടുത്തെ സാന്നിധ്യം വെജ് റെസ്റ്റോറൻറ്റിൽ കയറി. ആർക്കും അത്ര വിശപ്പില്ലാത്തത് കൊണ്ട് നൈറ്റ് നമ്മൾ ചായയും വടയിലൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ ടെമ്പിൾ ഐറ്റംസൊക്കെ ക്യൂട്ട് ലിറ്റിൽ ഐറ്റംസ് ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മളിത് ക്യൂ നിൽക്കുന്ന സ്ഥലത്താണ്. ആരുമില്ല സത്യം പറഞ്ഞാ. കണ്ടോ, തിരക്കേ ഇല്ല. ഞാൻ പണ്ട് വന്ന സമയങ്ങളിലൊക്കെ, ഞാനും അമ്മയും ഡാഡിക്കായിട്ട് വന്ന സമയങ്ങളിൽ അവനും അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അടുത്ത ഈ പൂജ സമയത്താണെങ്കിൽ അടുത്ത തിരക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരാൻ പോകുന്നത്. ഇപ്പൊ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് കുടമ്പൂരിന് ബസ് പിടിച്ച് ഇങ്ങോട്ട് വന്ന സമയത്തും ബസ്സിലൊന്നും വലിയ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്ലൈമറ്റ് അടിപൊളിയാണ്. നിങ്ങൾക്ക് ക്ലൈമറ്റ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വരണം. ഓക്കെ, തിക്കും തിരക്കുമായിട്ട് വരുന്നത് വേറൊരു വൈബ്. പക്ഷേ ക്ലൈമറ്റ് കൃത്യമായിട്ട് എൻജോയ് ചെയ്യണം. നല്ല തണുപ്പാണ്, നല്ല മഴയുണ്ട്, നല്ല കാറ്റാണ്. അപ്പോൾ നല്ല കോട ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും. കഴിഞ്ഞ മാസം എൻ്റെ ഒരു ഫ്രണ്ട് കിരൺ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്ലൈമറ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്.
എന്തായാലും അടിപൊളിയാണ്. അതെ, അപ്പൊ ഈ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ സമയം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കറക്റ്റ് നമ്മള് ഇൻഡിപെൻഡൻസ് ഡേ. അയ്യോ, അവര് നമ്മളെ ബാക്കിലുണ്ടായിരുന്നല്ലോ. അല്ല, അവര് ക്ലോക്ക് റൂമിൽ പോയതാന്ന് തോന്നുന്നു. അതെ, സൂര്യ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ സമയത്തൊക്കെ വരികയാണെങ്കിൽ അർജുട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ലൈമറ്റും അടിപൊളിയാണ്. അതുപോലെ തിരക്കൊന്നുമില്ല, കണ്ടോ, ഫുള്ള് ഒഴിഞ്ഞു കിടക്കാണ്, ആരുമില്ല. നല്ല സമാധാനമായിട്ട് തൊഴാം. വിജയദശമി പൂജവെപ്പ് സമയത്ത് അടുക്കാൻ പറ്റില്ല, അടിപൊളി തിരക്ക്. നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ വരുമ്പോന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സുഖമായിട്ട് തൊഴുത് നിങ്ങൾക്ക് പോവാം. വലിയ തിക്കും തിരക്കൊന്നുമില്ല. അപ്പോൾ എനിക്കൊന്ന് അടുത്ത വിജയദശമി ആ സമയമൊക്കെ ആവുന്ന സമയത്ത് നല്ല തിരക്കാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് വന്ന് അടിപൊളിയായിട്ട് തൊഴുത് എല്ലായിടത്തും കറങ്ങേണ്ട സ്ഥലത്തെല്ലാം കറങ്ങി നിങ്ങൾക്ക് പോകും. അവിടെ കറങ്ങണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇനി ഇവിടെ തപ്പി മാപ്പൊക്കെ നോക്കിയിട്ട് വേണം പോകേണ്ടത്. ഈ പരിസരത്തോടെയും കറങ്ങാൻ പോകുന്നതാണ്. കാരണം ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കുടജാദ്രിയിൽ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കുടജാദ്രിയിലും പോയതിന് ശേഷം എവിടെയൊക്കെ പോകണം എന്നുള്ള കാര്യം ഒന്ന് ചാർട്ട് ചെയ്യാനുണ്ട്. അത് ചാർട്ട് ചെയ്ത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ ഞങ്ങളിനി അമ്പലത്തിലോട്ട് കയറട്ടെ. അമ്മ പറഞ്ഞ് തൊഴുതില്ലേ നന്നായി? നല്ലോണം തൊഴുതു. ഒരു VIP വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നിന്ന് സഹസ്രനാമം ഒരു 10 ലൈൻ പറയാനും പറ്റും. അതെ, ഭയങ്കര സന്തോഷം. അങ്ങനെ അമ്മ അവിടെ നിന്ന് തൊഴുത് കുറേ നേരം സമയം, തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടി. അപ്പൊ ഞങ്ങളിത് തൊഴുത് ഇറങ്ങി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു അർജുട്ടാ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം. നല്ല രീതിയിൽ തൊഴാൻ പറ്റും. അതായത് എപ്പോഴും അമ്മ പറയാറുണ്ട്, ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തൊഴാനൊന്നും പറ്റില്ലെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ തൊഴാൻ പറ്റും. ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയല്ലേ, ഒരുപാട് നേരം തൊഴാൻ പറ്റി. എവിടേക്കാണ് അർജുട്ടാ? എവിടേക്കാണ് അറിയില്ലാന്നോ? ഐ ആം ആസ്കിംഗ് വേർ ആർ യു ഗോയിങ്? ഒരു അറിയില്ലേ? ഇപ്പൊ എന്തിനാ ഇറങ്ങിയത് അമ്പലത്തിന്ന്? പുറത്തോട്ട് ഇറങ്ങാൻ തോന്നി, ചായ കുടിക്കാൻ പോകും. അതെ, ചായ കുടിക്കാൻ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, വെറും ചായ അല്ലേ? എങ്ങനെയുണ്ട് മുണ്ടും ഇതൊക്കെ? ഇഷ്ടപ്പെട്ടാ? ഒന്ന് ഇറങ്ങിയെന്നേ കാണിക്കട്ടെ. കളർ മുണ്ടാണ്, അതിന് മാച്ച് ആയിട്ടുള്ള ഷർട്ടും കൊള്ളാം. ഞാൻ എൻ്റെ സാരിയെ പറ്റി പറഞ്ഞില്ലല്ലോ. ഈ സാരി ഇസ് മൈ അമ്മാസ്, എൻ്റെ അമ്മയുടെ സാരിയാണത്, ബനാറസി സാരി. അപ്പോൾ ആക്ച്വലി അമ്മയുടെ ഒരു പ്രസൻസും കൂടിയും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അമ്മയും കൂടി മൂകാംബികയിൽ വന്ന പോലെയാണ് ഏകദേശം. ബിക്കോസ് ഐ എം വെയറിങ് യുവർ സാരി. ഓക്കെ അമ്മ കാണാൻ കൂടി വേണ്ടിയിട്ടോ ഞാൻ പറയണേ. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ അമ്മയുടെ സാരി എടുത്തുകൊണ്ട് വന്നത് ഇങ്ങോട്ട്. എനിക്കിഷ്ടമാണ് ഈ ബനാറസി. കുറച്ചിങ്ങനെ ഒട്ടിക്കിടക്കും, ഒതുങ്ങി ഒട്ടിക്കിടക്കും അങ്ങനെ. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ മൂകാംബിക പാലസ് പ്യുവർ വെജിൽ വന്നിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തു. സൂര്യയുടെ ഒരു ഗീ ദോശ അല്ല, ഗീ ദോശ. അർജുന എന്താ ഓർഡർ ചെയ്തേ? കോഫിയും പിന്നെന്താ ഓർഡർ ചെയ്തെന്താ? പൊറോട്ടയും. പൊറോട്ട. അപ്പോൾ വെയിറ്റിംഗ് ഫോർ പൊറോട്ട. രുക്ക് കോഫി മാത്രമല്ലേ? അമ്മതാ വടയും ഉഴുന്നോടയും. അമ്മ അന്നദാനം കഴിക്കുന്നുണ്ടല്ലോ അമ്മ? അതാണ്, അന്നദാനം കഴിക്കുന്നതിന് വേണ്ടി വടയിൽ ഒതുക്കി. അതെ.
അപ്പോൾ നമ്മളിത് തൊഴുതതിന് ശേഷം ഇവിടെ സൗബന്ധിക നദിയിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ്. ഇവിടെ നല്ലൊരു രസമാണ് ഈ ഒരു ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാൻ. മൊത്തം കാടാണ് കേട്ടോ. ഇന്നലെ നമ്മളിവിടെ വൈകുന്നേരം അല്ലേ, വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം വന്നു. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഒരു ഗണപതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ തൊഴുതു പ്രത്യേകിച്ച് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ തൊഴുതു. അതിനുശേഷം പിന്നെ ഇന്ന് ഒന്നും കൂടെ വന്നു. ഇന്ന് നമ്മൾ മൂകാംബികയിലൊക്കെ പോയതിന് ശേഷം ഒന്നും കൂടെ ഇവിടെ വന്നു. ഇനി അടുത്തത് കുടജാദ്രിയിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞെന്ന് പറഞ്ഞാൽ 2 മണി വരെ നമുക്കിവിടെ പോകാൻ പറ്റുള്ളൂ കുടജാദ്രിയിലോട്ട്. ജീപ്പാണ്. അപ്പോൾ ഒരാൾക്ക് 470 രൂപയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 8 പേരുണ്ടെങ്കിൽ മാത്രമേ ജീപ്പ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു 3 പേരും കൂടെ കണ്ടുപിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ജീപ്പിൻ്റെ കംപ്ലീറ്റ് ചാർജ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു 2 മണിക്ക് മുന്നേ നമ്മൾ തിരിക്കും, കുടജാദ്രിയിലോട്ട് നമ്മൾ തിരിക്കും. അപ്പോൾ അമ്മയൊക്കെ അന്നദാനം കഴിക്കാൻ പോയി. രുക്കു, സൂര്യ, നമ്മൾ ഗണപതി ക്ഷേത്രത്തിലോട്ട് പോകാൻ പോവാണ്. നമ്മൾ ഇന്നലെ തൊഴുതിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടുത്തെ നേരെ ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നു. അപ്പോൾ എന്താ സാംപ്രി ശ്രീ ഗണപതി ടെമ്പിൾ, എനിക്കതെങ്ങനെയാണ് വായിക്കണമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഗണപതിയുടെ അമ്പലം കൂടി ഉണ്ടായിരുന്നു, അവിടെ തൊഴുതിട്ട് നമ്മളിപ്പോൾ റൂമിലോട്ട് പോവാണ്. പിന്നെന്താ, അവിടെ രാവിലെ തൊട്ട് മഴ, നല്ല മഴയാണ്. അതെ, നല്ല മഴയെന്ന് പറഞ്ഞാൽ വിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം എന്താ സൂര്യനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പുറത്ത് നല്ല മഴക്കോളുമുണ്ട്. വിട്ട് പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം സമയം ഒരു 12:30 ഒക്കെ ആയി. മഴ ത്രൂ ഔട്ട് ഇല്ല, ഭയങ്കര ഹെവി മഴയില്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല ക്ലൈമറ്റാണ്. ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വരാം. ആ ഒരു റെയിൻ കോട്ടും കൂടെ എടുത്ത് വെച്ചാൽ അത്രയും നല്ലത്. ഈ സമയം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ അടിപൊളിയായിരിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ നല്ല കാലാവസ്ഥയാണ്, നല്ല രീതിയിൽ വരാം. പിന്നെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിച്ചിട്ട് വേണം നോക്കേണ്ടത്. കാര്യം അത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടജാദ്രിയിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്. ഇപ്പം പിന്നെ എന്താ സൂര്യൻ വന്നു. ഇത് കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റ് ഇപ്പോൾ മാറും, പിന്നെയും മഴയാവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ വെയിലാണെങ്കിൽ പോലും വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂടോ അല്ലെങ്കിൽ വെയിൽ മാത്രമേ ഉള്ളൂ. വലിയ തണുപ്പാണ്. ഉച്ചയാണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പ് തന്നെയാണ് ഇവിടെ. നമ്മൾ ഡിന്നർ ടൈമായി. ആക്ച്വലി നമ്മൾ നേരത്തെ വ്ളോഗ് നിർത്തിയത് ഒരു ഉച്ച സമയത്താണ്. സൗബന്ധികയുടെ അവിടെ വെച്ച് നമ്മൾ നിർത്തി. ഇപ്പം നമ്മളിത് ഡിന്നർ ടൈമായി. അതിനിടയിൽ അമ്മയും രുക്കും സൂര്യയൊക്കെ കുറച്ച് എന്ത് കാണാനാ പോയി, സ്റ്റേജ് ഇവന്റ്സും അതൊക്കെ കാണാനായിട്ട് പോയി. ഞാൻ നമ്മുടെ കഥകളി പോലത്തെ എന്തൊക്കെ കാണാൻ പോയി. അമ്മ ഒന്നുകൂടി തൊഴുതല്ലേ നിങ്ങൾ എന്നിട്ട് കയറിയിട്ട്? അതെ, ഇവരൊന്നുകൂടി തൊഴുത് കയറിയിട്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഡിന്നർ കഴിക്കാൻ വേണ്ടി എവിടെയാ വന്നേക്കുന്നത്? നമ്മള് അതായത് നമ്മുടെ കോവിലിൽ നിന്നൊരു 100 മീറ്റർ അടുത്തുള്ളൊരു ഇവിടുത്തെ അത്യാവശ്യം ഒരു കൊള്ളാവുന്നുള്ള ഒരു വലിയൊരു ഹോട്ടലെന്ന് വേണമെങ്കിൽ പറയാം. വേറെ അങ്ങനെ വലിയ ഹോട്ടലൊന്നും ഇവിടെ കണ്ടിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സെയിം സ്പോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ മൂകാംബിക അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറി. അവിടെ നമ്മൾ എത്ര പേര്, 5 പേരും കൂടെ ചായയും വടയും മാത്രം കഴിച്ചു. ഏകദേശം ബില്ല് വന്നത് 475 രൂപ. ചായയും വടയും കൂടെ മാത്രം കഴിച്ചത്. ഒരു 100 മീറ്റർ അപ്പുറം പോയിട്ട് ഈ ആര്യാസിൽ കയറിയിട്ട് നമ്മൾ രാവിലെ ചായ, മസാല ദോശ, മറ്റേ പൊറോട്ട, പിന്നെന്താ കഴിച്ചത്, ഗീ റോസ്റ്റ്, വട, കോഫി എല്ലാം വാങ്ങിച്ചു. എന്നിട്ട് 475 രൂപ. എന്ത് വ്യത്യാസമുള്ള കാര്യം അറിയില്ല. അതെ, പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട്, നല്ല ക്ലീൻ ആണ് കേട്ടോ, നല്ല വൃത്തിയും ക്ലീൻ ഒക്കെയാണ്. പക്ഷെ അവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് എന്തൊക്കെ ഓർഡർ ചെയ്തിരിക്കും? അമ്മ ചീസ് മസാല ദോശ, അങ്ങനെയല്ല നമ്മള് 4-5 സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നൂഡിൽസ്, പൊറോട്ട, ദോശ, പിന്നെ പനീർ, മഷ്റൂം എല്ലാം. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോ കാണിച്ചു തരാം. യെസ്, ഓർഡർ ചെയ്തെല്ലാം കഴിച്ച് തീർന്നല്ലേ? അതെ, എല്ലാം കഴിക്കും. വയറ് നിറഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു അല്ലേ? സത്യം, നമ്മുടെ വിശപ്പ് കാരണം, ഇവരുടെ ഫുഡിന്റെ ടേസ്റ്റ് കാരണം നമ്മൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി.
അപ്പൊ നമ്മളിതേ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ച് നിർത്താണ് ഇന്നത്തെ പരിപാടി, ഡിന്നർ. യെസ്, ഫുഡൊക്കെ കഴിച്ച് നമ്മളിവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ മൂകാംബിക ഡേ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ ഇനി നാളത്തെ ട്രിപ്പ് എങ്ങോട്ടൊന്നും പറയുന്നില്ല, അത് അടുത്ത വ്ളോഗായിട്ടായിരിക്കും വരുന്നത്. സോ ദാറ്റ് ഇസ് എ സർപ്രൈസ്. നമ്മൾ ഇവിടെ രാവിലെ പോകും, ഒരു 6 മണിക്ക് ഇവിടെ തിരിക്കും അടുത്ത സ്ഥലത്തോട്ട്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കണ്ടവർക്ക് താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.